പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ. പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ. പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജപമാല ആചരണത്തിന്റെ 10ാം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയും ആണ്ടുവട്ടത്തിലെ 28ാം ഞായർ കൂടി ഇന്നേ ദിനം നമ്മൾ കൊണ്ടാടുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് സേവിയേഴ്സ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാകുന്ന ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ സമ്പന്നനായ ഒരു യുവാവ് ഈശോയോട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എന്ത് ചെയ്യണം? വലിയ ബലത്തോടു കൂടെയാണ് ഇവൻ ഈശോയോട് ചോദിക്കുന്നത്. കാരണം ഒത്തിരി സമ്പത്തുണ്ട്. എന്നാൽ ഈശോ അവനോട് പറയുകയാണ്, നിനക്ക് ഒരു വലിയ കുറവുണ്ട്. അത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ മറുപടി നൽകുന്നുണ്ട്, നിന്റെ സമ്പത്ത് നിനക്ക് ഒരു വലിയ കുറവായി തീരുന്നുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ സമൃദ്ധിയിൽ ഒരിക്കലും മറ്റുള്ളവരെ മറക്കാതിരിക്കുക. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നത് അത് പലപ്പോഴും മറ്റുള്ളവർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, യോഗ്യതയുള്ളവർക്ക് സഹായമായി കൂടിത്തീരുവാനാണ്. എന്നാൽ തൻ്റെ സമൃദ്ധിയിൽ സ്വയം മറക്കുന്നു എങ്കിൽ ആ സമ്പത്ത് ഒരു തടസ്സമായി തീരുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ ധനവാനെ കാണുന്നുണ്ട്, ലാസറിനെ കാണുന്നുണ്ട്. ധനവാൻ തൻ്റെ വിരുന്നു മേശയിൽ സമൃദ്ധമായി ഭക്ഷിക്കുകയാണ്, പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുകയാണ്. ലാസർ അവന്റെ മേശയ്ക്ക് കീഴെ കിടക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ധനവാൻ യഥാർത്ഥത്തിൽ ലാസറിനോട് യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല. പക്ഷേ ധനവാൻ ചെയ്യുന്ന വലിയ തെറ്റ് തൻ്റെ സമൃദ്ധിയിൽ തൻ്റെ കാൽക്കീഴിൽ കിടക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ലാസറിനെ തിരസ്കരിക്കുന്നുണ്ട്. ഉപേക്ഷയാലുള്ള വലിയ പാപമാണ് ഈ ധനവാന് പിന്നീട് സ്വർഗീയമായ കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, സമൃദ്ധിയായി ഐശ്വര്യപൂർണമായി അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, എൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ, എൻ്റെ കുടുംബത്തിനുള്ളിൽ
ഞാനും എൻ്റെ മക്കളും മാത്രമായി ജീവിച്ചു തീരേണ്ടതല്ല, മറിച്ച് അതിനപ്പുറത്തേക്കൊക്കെ കടന്നു ചെല്ലുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുന്നത്, കൃപയായി തീരുന്നത് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ അറിയിക്കുകയാണ്. ഈശോ നമുക്കായി നൽകുന്ന ആത്മീയതയ്ക്ക് യോജിച്ച തരത്തിലുള്ള മക്കളായി ജീവിക്കുവാൻ കൃപയേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം,
പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സൽപ്രവർത്തികൾ നിരന്തരം ചെയ്യുവാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് നിരന്തരം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി. അനർക്കരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം, വെള്ളി കളിമണ്ണ്. ആരോഗ്യത്തെയും സൗന്ദര്യത്തെക്കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ തരവും എനിക്ക് ലഭിച്ചു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എന്നാൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. കർത്താവെ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമറിയിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഫെബ്രുവരി ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല്ല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സത്യബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറന്നിരിക്കുന്നില്ല. അവിടുത്തെ കണ്ണുകളിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്ക് അറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ 2023 ഒക്ടോബർ മാസത്തിൽ മെത്രാന്മാരുടെ സിനഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സിനഡിന് 2021 ഒക്ടോബർ 10 ഞായറാഴ്ച ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ ഔദ്യോഗിക തുടക്കം ആരംഭിക്കും. ഈ അവസരത്തിൽ മെത്രാന്മാരുടെ സിനഡിന്റെ ഒരു പശ്ചാത്തലം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദിമ നൂറ്റാണ്ടിലെ തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായ ഗ്രീക്ക് ഭാഷയിലെ സ്യൂനോദോസ് എന്ന പദത്തിൽ നിന്നാണ് സീനഡ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ഉത്ഭവം. സിനോഡ്സ് എന്ന ഗ്രീക്ക് പദം മലയാളത്തിൽ പൊതുവെ തർജ്ജിമ ചെയ്യുക സുനഹദോസ് എന്നാണ്. സഭയുടെ ആരംഭം മുതൽ തന്നെ വിശ്വാസത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ഭരണപരമായ സംവിധാനങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നതിന് പ്രാദേശികമായി മെത്രാന്മാരുടെ നേതൃത്വത്തിലോ ആഗോളതലത്തിൽ പരിശുദ്ധ പിതാവിന്റെ നേതൃത്വത്തിൽ മെത്രാന്മാരും സഭാ നേതൃത്വവും ഒരുമിച്ച് ചേരുന്നതിനെയാണ് സിനഡ് എന്ന് വിളിക്കുന്നത്. കത്തോലിക്ക സഭയിൽ സമയാസമയങ്ങളിൽ ഇത്തരത്തിലുള്ള സിനഡുകൾ വിളിച്ചു ചേർക്കപ്പെടുക ഉണ്ടായിട്ടുണ്ട്. 1965 ഭാഗ്യസ്മരണാർഹനായ പോൾ ആറാമൻ പാപ്പായാണ് ഓർഡിനറി ജനറൽ അസംബ്ലി ഓഫ് ദ സിനഡ് ഓഫ് ബിഷപ്പ്, സിനഡ് മെത്രാന്മാരുടെ സാധാരണ പൊതുസംഘം സ്ഥാപിച്ചത്. സഭാ തലവനായ പരിശുദ്ധ പിതാവും ലോകത്തിലെ എല്ലാ മെത്രാന്മാരുമായി ശക്തമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും സഭയുടെയും ലോകത്തിന്റെയും ചോദ്യങ്ങൾക്ക് അനുഭവങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും നേരിട്ടുള്ള മറുപടികൾ ലഭിക്കുകയും ചെയ്യുക എന്നതുമായിരുന്നു ഇത് ലക്ഷ്യം വെച്ചത്. ഇപ്രകാരം ഇന്നുവരെ 15 സാധാരണ സിനഡുകളാണ് നടന്നിട്ടുള്ളത്. അസാധാരണവും പ്രത്യേകവുമായ സിനഡുകൾ, എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ സിനഡുകൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. സിനഡാത്മകയാണ് പരിശുദ്ധാത്മാവിന്റെ അരൂപിയിൽ മുന്നേറുന്ന സഭയുടെ യഥാർത്ഥ രൂപം എന്നാണ് ഫ്രാൻസിസ് പാപ്പ കരുതുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കാണിച്ചു തന്ന വെളിച്ചത്തിലൂടെ
ദൈവജനം മുഴുവന്റെയും ഭാഗഭാഗിത്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി 3 ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് സിനഡാത്മക സഭയ്ക്ക് വേണ്ടി കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിത ദൗത്യം എന്നീ ശീർഷകങ്ങളിൽ ഈ 16ാമത് മെത്രാന്മാരുടെ സിനഡ് പാപ്പ ക്രമീകരിച്ചിരിക്കുന്നത്. ആഗോള സഭയിൽ രൂപതാ തലത്തിലും ഭൂഖണ്ഡ തലത്തിലും ആഗോള തലത്തിലും സിനഡിന്റെ ഭാഗഭാഗിത്യം പരിശുദ്ധ പിതാവ് ലക്ഷ്യം വഹിക്കുന്നു. 2021 ഒക്ടോബർ മുതൽ 2022 ഏപ്രിൽ വരെ നീളുന്ന ഒരു രൂപതാ തലമാണ് സിനഡിന്റെ ആദ്യഘട്ടം. 2022 സെപ്റ്റംബർ മുതൽ 2023 മാർച്ച് വരെ ദൈർഘ്യമുള്ള ഒരു ഭൂഖണ്ഡതല 2ാം ഘട്ടവും 2023 ഒക്ടോബറിൽ വത്തിക്കാനിൽ പരിസമാപ്തിയിലെത്തുന്ന മെത്രാന്മാരുടെ സിനഡ് സമ്മേളനത്തോടെയുള്ള ഒരു ആഗോള തലവുമാണ് 3ാം ഘട്ടം. വിശ്വാസ കാര്യങ്ങൾ തെറ്റുപറ്റില്ല എന്ന് 2ാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിച്ച മാമോദീസ സ്വീകരിച്ച മുഴുവൻ ദൈവജനത്തെയും ശ്രവിക്കുകയും അവരോട് ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നതാണ് സിനഡിന്റെ രൂപതാ തലത്തിലുള്ള ഘട്ടത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഇനി എന്താണ് സിനഡാത്മകത? ഒന്നായി യാത്ര ചെയ്യുന്ന ദൈവജനം എന്ന തന്റെ പ്രകൃതം ജീവിതത്തിലും ദൗത്യത്തിലും സഭ പ്രകടമാക്കുന്ന രീതിയാണ് സിനഡാത്മകത എന്ന് പറയാം. അതായത് മാമോദീസ എന്ന കൂദാശയിലൂടെ ദൈവജനം മുഴുവനും ഒരേ പൊതു അന്തസ്സിലേക്ക് പ്രവേശിച്ചവരാണ്. മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും സഭാ ജീവിതത്തിൽ സജീവവും തുല്യവുമായ പങ്കാളിത്തത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടും ദൈവവചനം ശ്രവിച്ചുകൊണ്ടും ക്രിസ്തു നമ്മിൽ യാഥാർത്ഥ്യമാക്കുന്ന കൂട്ടായ്മയിലേക്ക് ദൈവജനം എന്ന നിലയിൽ ഒരുമിച്ച് മുന്നേറുവാൻ സിനഡാത്മകത നമ്മെ സഹായിക്കുന്നു. ഈ അർത്ഥത്തിൽ ഒരുമിച്ച് മുന്നേറുന്ന സഭാത്മകതയാണ് തീർത്ഥാടക എന്ന നിലയിലും ദൈവജനം എന്ന നിലയിലും സഭയുടെ സ്വഭാവം ഏറ്റവും വ്യക്തമായി ലോകത്തിന് മുൻപിൽ പ്രകാശിതമാകുന്നത്. ഇപ്രകാരം സഭയുടെ ഈ സിനഡാത്മകതയെ കുറിച്ച് പരിചിന്തനം നടത്തുവാനായി ഒരു സിനഡ് വിളിച്ചു ചേർക്കുന്നതിലൂടെ പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുക 3ാം സഹസ്രാബ്ദത്തിലെ സഭയുടെ ജീവിത ശൈലിയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ട് കിട്ടുന്നത് ഈ സിനഡാത്മകതയിലൂടെയാണ് എന്ന യാഥാർത്ഥ്യം മുഴുവൻ സഭാ സമൂഹത്തെയും ബോധ്യപ്പെടുത്തുക എന്നതാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുന്നവരാണ് മുഴുവൻ ദൈവജനവും. അതിനാൽ ദൈവിക ശബ്ദം ശ്രവിക്കുവാൻ ദൈവത്തിന്റെ പക്കലേക്ക് പോവുക, അതായത് പ്രാദേശിക സഭകളുടെ പങ്കാളിത്തത്തിനും ശബ്ദത്തിനും ചെവി കൊടുക്കുക, അതാണ് ഈ സിനഡിന്റെ രൂപത തലത്തിലുള്ള ഘട്ടത്തിന്റെ പ്രാധാന്യം. 2021 ഒക്ടോബർ 10 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ അർപ്പിക്കുന്ന ദിവ്യ ബലിയോടെ സിനഡിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആരംഭിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 17 എല്ലാ രൂപതകളിലും ഒരു പ്രത്യേക ദിവ്യ ബലി അർപ്പണത്തോടെ സിനഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. അതിൻ പ്രകാരം ഒക്ടോബർ 17-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5:30 എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി മധ്യേ മെത്രാന്മാരുടെ സിനഡിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അതിരൂപതാതല പ്രവർത്തനങ്ങൾക്ക് ഞാൻ തുടക്കം കുറിക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വൈദിക സന്യസ്ത അൽമായ സമൂഹങ്ങളിൽ പ്രത്യേക പഠന കളരികളും ചർച്ചകളും ക്രമീകരിച്ച് മെത്രാന്മാരുടെ സിനഡിന് മുന്നോടിയായി നമ്മുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നാം അയക്കുന്നതാണ്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CCBI രൂപീകരിച്ചിട്ടുള്ള
സെൻട്രൽ കോണ്ടാക്ട് ടീം CCTയിലേക്ക് നമ്മുടെ അതിരൂപതയിൽ നിന്നും ബഹുമാനപ്പെട്ട ഫാദർ ജോബ് വാഴക്കൂട്ടത്തിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷൈൻ ബ്രിജിറ്റ് സി സിസ്റ്റി എന്നിവരെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. വൈദിക സന്യസ്ത അൽമായ പങ്കാളിത്തത്തോടെ ഒരു അതിരൂപത തല ടീം പിന്നീട് വിപുലമായി രൂപീകരിക്കുന്നതാണ്. 2023 ഒക്ടോബർ മാസത്തിൽ നടക്കുവാൻ പോകുന്ന ഈ മെത്രാന്മാരുടെ സിനഡിന്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. എനിക്ക് നിങ്ങളോടുള്ള പൈതൃക സ്നേഹത്തിന്റെ അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. എറണാകുളത്ത് നമ്മുടെ അതിമെത്രാസന മന്ദിരത്തിൽ നിന്ന് ജോസഫ് കളത്തിപ്പറമ്പിൽ, വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൃശ്യവും അദൃശ്യവും എല്ലാറ്റിൻ്റെയും പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും ഞങ്ങളുടെ വലിയ ബലമായി തീരുവാൻ കൃപയേകണമേ. മനുഷ്യൻ ബലമായി കരുതുന്നതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ
വലിയ കുറവായി തീരുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ യഥാർത്ഥ കരുത്തുള്ള മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് സേവിയേഴ്സ് കുടുംബ യൂണിറ്റ് അംഗങ്ങളെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന ശ്രദ്ധിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ ഈ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ ഈ അനുഷ്ഠാനം വഴി സ്വർഗീയ മഹിമയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങേ ആത്മാവ് മഞ്ഞിക്കടം പോലെ ഈ കാണിക്കകളങ്ങേ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വനങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ.
അവിടും കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. യേശുവിനാമേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. അപ്രേകാരമത്താഴും കഴിഞ്ഞേ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായുടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ജലമേ എന്നെ നിത്യം കഴുകണമേ. വിശ്വാസത്തിൻ മഹാരഹസ്യം മരണം വരേച്ചു നീ മൃത്യുവിനെ ജയിച്ചു ഉദ്ധാരം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേകി. വരണേ വിമോക്തമാ മഹിമ പ്രതാപമോടെ മഹിമ പ്രതാപം
കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയോടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടുമത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം ത്രിക്കൻ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമ്മുടെ ഇടവക കോരമംഗലത്തെ ഷാജിയുടെയും സുമയുടെയും മകൾ ഗ്ലോറിയ ഷാജിയും കോതമംഗലം രൂപത മൂവാറ്റുപുഴ കോളിമാഗി ഇടവക ചെറുവള്ളിൽ ബേബിയുടെയും പവളിയുടെയും മകൻ ചാൾസ് ബേബിയും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹത്തിന് കാനൂനികമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് ദൈവവചന വായനയിലൂടെയും കാഴ്ചവയ്പ് സമർപ്പണത്തിലൂടെയും വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയും വളരെ ഭക്തി നിർഭരമായി നേതൃത്വം വഹിച്ച സെന്റ് സേവിയേഴ്സ് യൂണിറ്റിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിന് ശേഷം ഇന്ന് ജപമാല ആചരണത്തിൻ്റെ 10ാം ദിനമായ ഇന്ന് ജപമാല നയിക്കുന്നതും സെന്റ് സേവിയേഴ്സ് കുടുംബ യൂണിറ്റ് അംഗങ്ങളും ഭാരവാഹികളുമാണ് എന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ചവയ്പ് തുക 3550 രൂപ, സ്വസ്ത്രക്കാഴ്ച 2730 രൂപ. ഇന്നലെ ലഭിച്ച കാഴ്ചവയ്പ് തുക 2650 രൂപ. പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച 6:30 തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. നാളെ മുതൽ നമ്മുടെ ഈ ദേവാലയത്തിൽ രാവിലെ ആയിരിക്കും തിരുക്കർമ്മങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രാവിലെ 6:30 പതിവ് പോലെ തന്നെയായിരിക്കും നാളെ മുതൽ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുക. ഇന്നലെ ഈ ദേവാലയത്തിൽ വന്നെത്തിച്ചേർന്ന് ഇവർക്ക് 5 പേർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, 10 ദിവസത്തെ ജപമാല ആചരണം വളരെ ഭക്തി നിർഭരമായി മനോഹരമായി തന്നെ കടന്നുപോയി. അതിന് സഹായിച്ചത് പ്രത്യേകമായിട്ട് നമ്മുടെ യുവജനങ്ങളാണ്. ജപമാല ആചരണത്തിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്യുവാൻ വളരെ സാങ്കേതികമായും എല്ലാ തരത്തിലും പുറകിൽ നിന്നുകൊണ്ട് തന്നെ സഹായിച്ച നമ്മുടെ ഇടവക
അംഗങ്ങളായ സെബിൻ, ആച്ചി, അതുപോലെ ആംബി, ടോണി, അഗസ്റ്റിൻ, മാത്യൂസ് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഇന്നലെ രാത്രി ആണ് നമ്മുടെ ഗായകൻ നിതീഷിന് ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേക കാരണങ്ങളാൽ വന്നെത്തുവാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചത്. അങ്ങനെ ആ രാത്രി 10:30 മണിക്ക് സിന്ധുവിൻ്റെയും ഷാജിയുടെയും മകളായ നീനു യാതൊരു ഒരുക്കവുമില്ലാതെ ഈ ഒരു തിരുക്കർമ്മങ്ങൾക്ക് ഗാനങ്ങൾ ആലപിക്കുവാനുള്ള വലിയ മനസ്സ് കാണിക്കുകയുണ്ടായി. യാതൊരു പ്രാക്ടീസും ഇല്ല എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ കുട്ടി കാണിച്ച വലിയ മനസ്സിന് ആ കുടുംബത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ കാണിച്ച ആ വലിയ ധീരതയ്ക്കും പ്രത്യേകം ആശംസകൾ അർപ്പിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെ ഗാനങ്ങൾ ആലപിച്ച് തിരുക്കർമ്മങ്ങൾക്ക് സഹായിച്ച നീനു, ഷാജിക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഇന്നത്തെ അൾത്താര ഒരുക്കിയിരിക്കുന്ന പുഷ്പങ്ങൾ നൽകിയത് കുടാരപ്പള്ളി ഷൈനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ ദേവാലയത്തിന് നൽകിയത് വളംപുളിത്തറ മേരി സമാസ്റ്റിനും കുടുംബവുമാണ്. അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജപമാല ആചരണ ദിനങ്ങളിൽ നമ്മൾ ഈ ദേവാലയത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്, ദേവാലയം എല്ലാം വളരെ മനോഹരമായിരിക്കുന്നതായി കാണുന്നുണ്ട്. അത് നമ്മുടെ കപ്പേരായ ജെയിംസും അതുപോലെ അസിസ്റ്റന്റ് കപ്പേർമാരായ ടോണിയും അഗസ്റ്റിനും അതുപോലെ അൾത്താരയിലെ നമ്മുടെ എല്ലാ അൾത്താര ശുശ്രൂഷകരുമാണ് എല്ലാ ദിവസവും ജപമാലയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ദേവാലയത്തിൽ വൃത്തിയാക്കുന്നതിനുള്ള സേവനങ്ങളിൽ ഏർപ്പെട്ടത്. നിങ്ങളിരിക്കുന്ന കസേരകളൊക്കെ ഒരു രാത്രി ഇവർ നിന്ന് കഴുകുകയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് അലങ്കരിച്ചിരിക്കുന്ന പൂച്ചട്ടികളെല്ലാം പെയിന്റൊക്കെ അടിച്ച് അങ്ങനെ ഒത്തിരി സഹായങ്ങൾ ഈ ദിവസങ്ങളിൽ രാത്രികളിൽ ഇവർ നൽകി. ഇവരുടെ വലിയ സേവനത്തിന് ജെയിംസ് ചേട്ടനും അതുപോലെ ടോണിക്കും അഗസ്റ്റിനും അൾത്താര ശുശ്രൂഷകർക്കും അതുപോലെ എല്ലാത്തിനും പങ്കുചേരുന്ന യുവജനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതുപോലെ സഹകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ആയിരിക്കുന്ന കൈക്കാരന്മാരായ ശ്രീ ജോർജ് വെളിയിൽ, ജോൺ തേരുള്ളിൽ എന്നിവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഈ ജപമാല ദിനങ്ങളിൽ നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചത് നിതീഷും ഓർഗൻ വായിച്ച് സഹായിച്ചത് ജോൺ വിൻസെന്റ് ചേട്ടനുമാണ്. അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ അങ്ങേ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു.